ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് നല്ലൊരു സ്മൂത്തി തയ്യാറാക്കിയാലോ. നമ്മുടെ കേരളീയരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലത്തെ നേരം നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്നത് പുട്ടും കടലയും അതുപോലെ തന്നെ ഇടിയപ്പം, വെള്ളയപ്പം ഇങ്ങനെയുള്ള പലഹാരങ്ങളാണല്ലേ. അപ്പോൾ ഇതിലെല്ലാം കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കധികം വിശപ്പൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്താലും മതി, പക്ഷേ റോൾഡ് ഓട്സിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു 4 ഈന്തപ്പഴമാണ് കേട്ടോ. 3 ഈന്തപ്പഴം ചേർത്താലും മതി. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 4 ഈന്തപ്പഴം ചേർക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു 4 കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാം പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് സോക്കാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അതാ ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം തന്നെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആപ്പിളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആപ്പിളിന് പകരമായിട്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. റോബസ്റ്റ് പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ചെറുപഴം ഒഴിവാക്കിയിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ പുഴുങ്ങാത്തതായിട്ടോ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വേണമെന്നുള്ളവർക്ക് അത് നേന്ത്രപ്പഴത്തിൻ്റെ ഹാഫ് എടുത്ത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ, ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാവുന്നതാണ്. തൈര് ചേർക്കുകയാണെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിയാ സീഡ് ഒത്തിരി നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ റെസിപ്പിയിൽ 4 ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരവുമുണ്ട്. അപ്പം ഇത്രയും മധുരം വേണ്ട എന്നുള്ളവർക്ക് 3 ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനും ഇതുവരെ ഇങ്ങനെയുള്ള സ്മൂത്തികളൊന്നും കുടിക്കാറില്ല, പക്ഷെ വൺസ് കഴിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നിങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു, ബൈ.